ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു അമ്പലത്തിലെ നിവിനും കാവേരിയും ഒരു തൂണിന്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഇരിക്കുകയാണ്. അവർ പരസ്പരം കണ്ടിട്ടില്ല. കാവേരിയുടെ മനസ്സിൽ പൈസ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും നിലയുടെ ഓപ്പറേഷന് പൈസ വേണം, അതിനെ കുറിച്ചുള്ള ചിന്തകളാണ്. നിവിനാണെങ്കിൽ കാവേരി ഒന്ന് കാണണം, താൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അറിയിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലും അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അവരൊരു പരസ്പര ബോധമില്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് രാഗിണി വരുന്നുണ്ട്. രാഗിണി ഞെട്ടിപ്പോവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും കാവേരി എഴുന്നേറ്റ് അപ്പോഴും തൊട്ടരികിലാണ് നമ്മുടെ നിവിന്റെ തൊട്ടരികിലാണ് ഇരിക്കുന്നത്. അതിനുശേഷം അവിടെ ചെന്നിട്ട് പ്രസാദം വാങ്ങിക്കുന്നുണ്ട്. അമ്പലത്തിൽ പോയിട്ട് അവൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് രാഗിണി എടി എന്ന് പറയുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ രാഗിണി. അപ്പൊ ആ സമയത്ത് രാഗിണി ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ എന്താടി? സാധാരണ അമ്പലത്തിൽ ആൾക്കാർ വരാ കാര്യസാധ്യത്തിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നിനക്ക് എന്താടി ഇപ്പൊ കാര്യം സാധിക്കാനുള്ളത്? നീ ജയിച്ചു നിൽക്കല്ലേ എല്ലാ രീതിയിലും എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ രാഗിണി. അപ്പൊ ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ പുറകെ ഈ നടന്ന് ശല്യം ചെയ്യുന്നത്? അല്ല, നിന്റെ ഭർത്താവ് എന്ന് ചോദിക്കുകയാണ്. എന്തായാലും നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ സാധിച്ചല്ലോ. പിന്നെ എനിക്ക് നിവിനെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഈ മത്സരത്തിൽ നിനക്കെതിരായി ഞാൻ മത്സരിച്ചിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് നിവിനെ കിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ആ ഒരു മത്സരത്തിൽ നീയൊരു എൻ്റെ മത്സരാർത്ഥി പോലും ആയിരുന്നില്ല. തന്നെയല്ല എൻ്റെ മനസ്സിൽ അവൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മത്സരിക്കായിരുന്നെങ്കിൽ ഇപ്പൊ നീ ഈ അവസ്ഥയിൽ നിൽക്കില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഗോളില്ലാത്ത സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചതുപോലെയാണ് നീ നിൽക്കുന്നത്, നിന്റെ വിജയം നീ ആഘോഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങനെ കാവേരി അവിടെ നിന്നും പോകുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് രാഗിണിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അത് ശരി, അപ്പോ താനും നിവിനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു എന്നാണ് കാവേരി കരുതുന്നത് എന്ന് രാഗിണിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ നേരെ പോകുന്നത് രാഗിണി നിവിന്റെ അരികിലേക്കാണ്. നിവിന്റെ തൊട്ടരികിൽ വന്നിരുന്നിട്ട് നിവിൻ എന്ന് വിളിക്കുകയാണ്. പെട്ടെന്ന് ഇവളെ കണ്ട് എന്ത് പേടിച്ച പോലെ, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് നിവിൻ. അങ്ങനെ നിവിൻ അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. അങ്ങനെ ആ സമയത്ത് നീ എന്താ വിചാരിച്ചത്? നീ എവിടെ പോയാലും നിന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ ഒരിക്കലും വിട്ട് കളയില്ലടാ എന്നിങ്ങനെ രാഗിണി പറയുന്നുണ്ട്. അങ്ങനെ നിനക്ക് തോന്നുന്നുണ്ടോ ഇവളെ കാവേരി വിവാഹം കഴിക്കാൻ കഴിയുമെന്ന്? ഉറപ്പായിട്ടും കഴിയും. ഞാൻ എന്തായാലും ഇവിടുത്തെ ദേവി എനിക്കത് കാണിച്ചു തരുന്നെ ചെയ്യും. ഞാൻ അവളോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയും. എന്നിട്ട് ഞാൻ അവളെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യും. നിനക്ക് എന്താ അത്ര സംശയം എന്ന് ചോദിക്കുന്നുണ്ട് നിവിൻ. അപ്പൊ ആ സമയത്ത് ഇവിടുത്തെ ദേവിയും ഇവിടുത്തെ ശക്തിക്ക് നിന്നോട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കരുത് എന്നാണ് ആഗ്രഹം. അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കൂട്ടം കാണിച്ചു തരാം നിനക്ക് എന്ന് പറഞ്ഞിട്ട് അവള് രാഗിണിയുടെ ഫോണിൽ ഇവരിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് കണ്ടിട്ട് നമ്മുടെ നിവിനെ ഒന്നും മനസ്സിലാക്കാൻ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിന്റെ തൊട്ടരികിൽ തന്നെ ഇരുന്നിരുന്നു അവളൊന്ന് വീടിറക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നീ അവളെ ശ്രദ്ധിക്കുമായിരുന്നു. ഈ ഭഗവാനെ നിങ്ങള് ഒന്നിക്കണമെന്ന ഒരാഗ്രഹവുമില്ല, നിങ്ങളെ അകറ്റി നിർത്താൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ തൊട്ടരികിൽ ഇരുന്നിട്ട് പോലും നിങ്ങൾ പരസ്പരം കാണാഞ്ഞത്. പിന്നെ അവള് നിന്നെ കണ്ടു, അവള് നിന്നോട് സംസാരിക്കാതെയാണ് പോയത്. അവൾ എന്നെ കണ്ടു എന്ന് ചോദിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞ് രാഗിണി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോ നിവിനാണെങ്കിലും കാവേരി 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 എന്ന് വിളിച്ചുകൊണ്ട് ആ അമ്പലം ചുറ്റുങ്ങനെ നടക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിനീതിനെയാണ്. അങ്ങനെ വിനീത് വളരെ ടെൻഷനോട് കൂടി അങ്ങനെ വീട്ടിലേക്ക് തിരികെ വരികയാണ്. അതേ സമയത്ത് അച്ചമ്മയാണെങ്കിൽ അവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. യമുന വരികയാണ് അച്ചമ്മയുടെ അരികിലേക്ക്. അച്ചമ്മ വാ, ഭക്ഷണം കഴിക്കാം. വേണ്ട മോളെ, എനിക്ക് വിശപ്പൊന്നുമില്ല എന്ന് പറയാണ്. ഇങ്ങനെ വിശപ്പില്ല എന്നും പറഞ്ഞ് ഇരുന്നിട്ട് എന്താ കാര്യം? മോളെ, അവളുടെ കാര്യം ആലോചിച്ചിട്ട് നിളമോളുടെ കാര്യം ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നുണ്ട്. അച്ചമ്മ ടെൻഷൻ അടിക്കേണ്ട മോളെ, ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ദേഷ്യപ്പെടാറുണ്ട് അവളോട്. ചുക്കാതി തൈലം എടുത്തു തരാത്തതിന്റെ പേരിലും ഫോണിൽ കളിക്കുന്നതിന്റെ പേരിലൊക്കെ ഞാൻ വഴക്ക് പറയാണ്ട്. അവർ കുഞ്ഞു ശരീരമല്ല, ആകെ എല്ലും തൊലിയും മാത്രമേ ഉള്ളൂ. ആ ഒരു ശരീരത്തല്ലേ മുറിക്കേണ്ടത്? എനിക്ക് ആലോചിച്ചിട്ട് ആ വേദനയ്ക്ക് ആ കുഞ്ഞിന് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ യമുനയ്ക്കും സങ്കടം വരികയാണ്. യമുന പറയുന്നത്, അച്ചമ്മ പറഞ്ഞ് എന്നെയും കൂടി കരയിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല അച്ചമ്മ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുന്ന സമയത്താണ് ഈ വിനീത് അവിടേക്ക് കയറി വരുന്നത്. വിനീതാണെങ്കിൽ ഒരു സ്ഥലകാലബോധവും ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ വിനീതേട്ടൻ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ
വന്നു. അപ്പോൾ എന്തായി, പൈസ കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ യമുന. അപ്പോൾ ആ സമയത്ത് പൈസയാ, എന്ത് പൈസ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പൈസയാണ്? അത് ശരി, ജയബാലൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയെടുത്ത് 50 ലക്ഷം അത് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. ആ കിട്ടി ഇല്ല കിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയാണ് നമ്മുടെ വിനീത്. അപ്പോൾ ആ സമയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, എന്തായാലും കാവേരി ചേച്ചി പറഞ്ഞു നാളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുള്ളൂ എന്ന്. അപ്പോൾ ഗംഗേച്ചി എന്നോട് പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട്. ഗംഗ ഇവിടെ ഉണ്ടോ എന്ന് വിനീത് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ട് എന്ന് പറയുകയാണ്. എവിടെ? ദേ അവിടെ അലക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ശരി. അപ്പോൾ വിനീതാണെങ്കിൽ ഗംഗയുടെ അരികിലേക്ക് പോകുന്നതിന് പകരം മറ്റെവിടേക്കാണ് ആദ്യം പോകുന്നത്. അവിടെയല്ല വിനീതേട്ടാ, ദേ അവിടെയാണ് അലക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും യമുന കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിനീത് നേരെ ഗംഗയുടെ അരികിലേക്ക് വരികയാണ്. ഗംഗയോട് പറയുന്നുണ്ട്, ഗംഗ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റി. അപ്പം എന്താന്ന് ചോദിക്കുമ്പോഴും അതെ, ആ 50 ലക്ഷം ഉണ്ടല്ലോ, ആ പൈസ എനിക്കൊരു ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞൊരു കോള് വന്നായിരുന്നു. അതിൽ OTP നമ്പറൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എന്ത് മണ്ടനാണ് നിങ്ങൾ എന്ന്. അപ്പം എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ആ പൈസ മുഴുവനും നഷ്ടപ്പെട്ടു ഗംഗ എന്ന് പറയുകയാണ് വിനീത്. നിങ്ങളൊരു കഴുതയാണ്, മരക്കഴുത, മന്ദബുദ്ധി. എന്താണ് താൻ ഈ കാണിച്ചത്? താൻ 50 രൂപ പോക്കറ്റ് അടിച്ച് പോയ പോലെയാണല്ലോ 50 ലക്ഷം പോയ കാര്യം താൻ പറയുന്നത്. അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അനിയത്തിക്കുട്ടിയുടെ ഓപ്പറേഷൻ എങ്ങനെ നടത്തും? താനൊക്കെ എന്താണോ മരക്കഴുത്? ഇതുകൊണ്ടാണ് തൻ്റെ കഴുത്തിൽ താൻ കെട്ടിയ താലിയും കൊണ്ട് നടക്കാൻ എനിക്ക് നാണക്കേടായിട്ട് പാടില്ല. ഇതുകൊണ്ടാണ് തന്നെ ഞാൻ വിവാഹം കഴിക്കാൻ സമ്മതിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗ നല്ല രീതിയിൽ അവനെ തട്ടിയിടുകയും ഉന്തിയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ അവിടെ ചെന്ന് വീഴുകയാണ്. പോടോ എൻ്റെ മുന്നിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ തന്നെ നമ്മുടെ വിനീത് ആലോചിച്ച് കൂട്ടിയതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് അവൻ്റെ മനസ്സിലൂടെ ഓടിപ്പോയ കാര്യങ്ങളാണ് അതെല്ലാം. അപ്പം പറഞ്ഞിട്ടില്ല. വിനീത് ഇങ്ങനെ ഗംഗയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഗംഗ വരുന്നുണ്ട്. എന്താ വിനീതേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജയബാലനെയാണ്. ജയബാലൻ മകളുടെ അരികിലേക്ക് വരികയാണ്. ഇവളുടെ രാഗിണി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. രാഗിണിയോട് ചോദിക്കുന്നത്, എന്താ മോൾക്ക് പറ്റിയത്? മോള് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് അമ്മ പറഞ്ഞല്ലോ, മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അച്ഛനോട് തുറന്ന് എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന അമ്പലത്തിൽ വെച്ചിട്ട് നിവിനും കാവേരിയും കണ്ടതും അതുപോലെ തന്നെ കാവേരി തൻ്റെയും നിവിൻ്റെയും കല്യാണം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിവിൻ അവളെ കല്യാണം കഴിക്കുന്നത് തന്നെയാണ് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നും രാഗിണി പറയാണ്. അത് കേൾക്കുന്ന ജയപാലൻ പറയുന്നുണ്ട്, മോള് വിഷമിക്കാതിരിക്കുക, മോൾക്ക് വേണ്ടിയിട്ടല്ലേ ഈ അച്ഛൻ ജീവിക്കുന്നത്. അവളെ കല്യാണം കഴിക്കണമെങ്കിൽ അവൻ ജീവിച്ചിരുന്നാലല്ലേ നടക്കുള്ളൂ, അവനെ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ രാഗിണിക്ക് ടെൻഷനാവാണ്, നിവിൻ എന്തെങ്കിലും ചെയ്യും അച്ഛൻ എന്നുള്ള രീതിയിൽ. എന്തായാലും ഉടനെ തന്നെ അവൻ്റെ അരികിലേക്ക് വണ്ടിയും എടുത്ത് ചെല്ലുന്നുണ്ട് നിവിൻ്റെ അരികിലേക്ക്. നിവിനെ വണ്ടി ഇടിച്ചിടുകയും ചെയ്യുകയാണ്. അച്ഛൻ എന്തായാലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയിൽ രാഗിണിയും അച്ഛൻ്റെ പുറകെ പുറപ്പെടുന്നുണ്ട്. അങ്ങനെ വണ്ടി ഇടിച്ച് ചോരയിൽ കിടക്കുന്ന നമ്മുടെ നിവിനെയും എടുത്തിട്ട് രാഗിണി ഹോസ്പിറ്റലിലേക്ക് പോകുകയും ചെയ്യുകയാണ്. അങ്ങനെ അവൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് ഇന്നത്തെയും നാളത്തെയും പ്രൊമോ ആയിട്ട് കാണിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.